ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് SIT. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കാനാണ് നീക്കം. അതിനുശേഷം പ്രതിചേർത്ത മറ്റുള്ളവരുടെ മൊഴിയെടുക്കും. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണല്ലോ SIT. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയായിരിക്കും, അയാളാണ് ഒന്നാം പ്രതി. അതുകൊണ്ട് എന്നായിരിക്കും ഇനിയിപ്പോൾ ചോദ്യം ചെയ്യൽ? വിജിലൻസിൻ്റെ ചോദ്യം ചെയ്യലൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ SITയുടെ അത് എപ്പോഴായിരിക്കും? മായ, ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനുള്ളൊരു നീക്കത്തിലേക്ക് SIT കടന്നിരിക്കുന്നത്. കേസിൽ 10 പ്രതികളാണുള്ളത്. ഇതിൽ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഉടൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനായി ഈ SIT അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പകരം അഭിഭാഷകൻ ഹാജരാകുമെന്നൊരു സൂചനയും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചോദ്യം ചെയ്യലിനായി ഇന്ന് ഹാജരാകുമോ അല്ലെങ്കിൽ എപ്പോഴാണ് ഹാജരാകുക എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയില്ല. പക്ഷേ ഇതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള മുരാരി ബാബു ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളെയും ചോദ്യം ചെയ്യുക. പ്രധാനമായും 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ദ്വാരപാലക ശില്പത്തിൽ നിന്നും മറ്റൊന്ന് കട്ടിളയിൽ നിന്നും ഈ സ്വർണം കവർന്നെടുത്തിട്ടുള്ള തരത്തിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ 2 കേസുകളിലും ആദ്യം ചോദ്യം ചെയ്യുക ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒന്നാം പ്രതിയായി പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിജിലൻസിന് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഈ കവർന്ന സ്വർണം ഒരു സുഹൃത്തിനെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തിനെ ഏൽപ്പിച്ചു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. അത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനിയും ആ വാദം ശരിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുഹൃത്ത് ആരാണ് എന്നത് കണ്ടെത്തുക എന്നതും പ്രധാനമാണ്. അതിലേക്കും ഒരുപക്ഷെ SIT കടന്നേക്കും. ചെന്നൈയിലും ബംഗളൂരുവിലും ഈ അന്വേഷണം വ്യാപിപ്പിക്കും. ഏതായാലും നിലവിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനിയെ പ്രതി ചേർത്തിട്ടില്ല. അത് മറ്റ് അന്വേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും. കമ്പനിയെ പ്രതി ചേർക്കണോ വേണ്ടയോ എന്ന തീരുമാനത്തിലൊക്കെ തന്നെ എത്തുക. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിലവിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് SIT. ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഈ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് വ്യക്തതയില്ല. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകനായിരിക്കും ഹാജരാകുക എന്ന സൂചനയാണ് ലഭിക്കുക. അതിനുശേഷമായിരിക്കും മറ്റു പ്രതികളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുക.